ഹായ്. നിങ്ങളെ കുറച്ച് പേരെങ്കിലും എൻ്റെ കഴിഞ്ഞ വർഷത്തെ പച്ചക്കറിയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ വർഷം നമ്മൾ ഈ പരിപാടിയെല്ലാം അതിശക്തമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ നവംബറിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവിടെയാണ് നമ്മൾ റണ്ണർ ബീൻസ് നട്ടത്. റണ്ണർ ബീൻസ് എനിക്ക് ആകെ ഒരു 10 കട റണ്ണർ ബീൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു നവംബർ വരെ ഇതിൽ നിന്ന് റണ്ണർ ബീൻസ് പറിക്കാൻ കിട്ടി. ഫ്രഞ്ച് ബീൻസ് ആയിരുന്നു. ഫ്രഞ്ച് ബീൻസും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒരു 10 കട. ഇതും അത്യാവശ്യം നമ്മൾ ഇവിടെ 12 പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കെയിൽ അത്യാവശ്യം ഇപ്പം നിൽപ്പുണ്ട്. നമ്മളിതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇനി പുതിയ കെയിലിടും. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ റാഡിഷ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ബ്രൊക്കോളിയുടെ ബാക്കിയാണ്. പിന്നെ ഇവിടെ മൊത്തം നമ്മുടെ ടൊമാറ്റോ, ഇവിടെ കുക്കുംബറായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ഇത്രയും പോർഷനാണ് നമ്മുടെ ഫുള്ള് പച്ചക്കറിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചത്. ഇവിടെ വരുമ്പോൾ ഈ സൈഡ് മൊത്തം നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മുളകാണ്. കഴിഞ്ഞ വർഷത്തെ മുളകിൻ്റെ സംഭവമൊക്കെയാണ്. കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു പച്ചക്കറി നടുന്ന എങ്ങനെയാണ് ഇത് ചോദിച്ചായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ഇത് കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. എവിടം വരെ പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ വർഷം വാങ്ങിച്ച കുറേ വിത്തുകളും പിന്നെ ഈ വർഷം നമ്മൾ കുറച്ച് വിത്തുകളും കൂടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ സമ്മറിൽ മൊത്തം ഇതിനകത്ത് പണിയായിരിക്കും. 4 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ബാക്കിയുള്ള 3 ദിവസമാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ ഉള്ള സൗകര്യവും സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു. ബൈ.